ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ലൈഫ് ഓഫ് ഫിഷർമാനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോണേണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കണം, നമുക്കൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഞണ്ട്. ഏകദേശം 1.5 കിലോളം തൂക്കം ഉണ്ടാവും, അതിനേക്കാളും മേലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളിന്ന് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ മാംസം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ പോണേണ്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഞണ്ട് അതിലോട്ട് വെക്കാം. ഞണ്ടിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കളർ മാറും. റെഡ് കളറാവും ഏകദേശം. നമ്മുടെ ഞണ്ട് ഇതേ റെഡ് കളറായിട്ടുണ്ട്. മുഴുവനായിട്ട് വെന്തട്ടെന്നാണ് തോന്നുന്നു. കണ്ടാ കണ്ടാ ചോന്നിരിക്കണം. കണ്ടാ അപ്പൊ നമുക്കിത് എന്തായാലും അടുപ്പിന്ന് എടുത്ത് വെക്കാം. അപ്പൊ നമ്മളാ ഞണ്ട് വെന്തെല്ലാം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പൊ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ മാംസം കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യണത്. നമ്മളതേ പൊട്ടിക്കാൻ വേണം. നമുക്ക് കിട്ടിയ മാംസമാണ്. പറഞ്ഞാല് ഇത് വെളിച്ചെണ്ണ, പിന്നെ ഇത് ചതച്ച ഇഞ്ചിയാണ്, പിന്നെ ഇത് വെളുത്തുള്ളി ചതച്ചേക്കണേണ്, പിന്നെ മസാല, പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഇത് കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കടുക്, പിന്നെ ഇത് നമ്മ ഞണ്ട് പുഴുങ്ങിയിട്ട് മാംസം എടുത്ത് വെച്ചാണ്. പിന്നെ ഇത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഉള്ളി ചതച്ചേക്കണേന്, പിന്നെ മുളക് ചതച്ചേക്കണേന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് എന്തായാലും അടുപ്പ് കത്തിക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കടുക് ഇടാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചെറിയുള്ളി ചതച്ചുണ്ട്, അത് ഇതിനകത്തോട്ട് ഇടാം. നമ്മുടെ ഉള്ളി വാടിയിട്ട് നല്ലോണം ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്കത് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്, അത് എടുത്തിടാം. പിന്നെ അതെ ഉള്ളി ചതച്ച് വെച്ചാണ്, വെളുത്തുള്ളി അത് കുറച്ചിടാം. മുളക് ചതച്ച് വെച്ചാണ്ട്, കാശ്മീരി മുളകാണ്. മസാല കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നമുക്കപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വേപ്പില അതിനകത്തോട്ട് ഇടാം.
ഞണ്ടിടുക. ഞണ്ടിന്റെ മാംസം ഇതിനകത്തോട്ട് ഇടാം. സാധനം ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഞണ്ട് റോസ്റ്റ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുത്ത് ഇറക്കാൻ എന്തായാലും കാണാം. അപ്പൊ ഇത് ചോറും കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മ ഇന്ന് ചോറൊന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ച് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രെഡും കൂട്ടി കഴിച്ചു നോക്കാം നമുക്ക്. അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി സാധനം. ഏതാണ്ട് സാധനം പൊളിയല്ലേ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലകൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യണത്. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കാം, നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.